डिस्क्लेमर, मेरी आप सबसे गुजारिश है, ये वीडियो सिर्फ एंटरटेनमेंट के लिए। मेरी वीडियो का मकसद सिर्फ പ്രിയമുള്ളവരെ, ഇത്രയും വലിയ വേദിയിൽ ഒരു ചെറിയ ഗാനമേള അവതരിപ്പിക്കാൻ അവസരമൊരുക്കി തന്ന കമ്മിറ്റി പാടത്തിന് അവർക്ക് കൊച്ചിൻ പിച്ച് ഔട്ട് ഓർക്കസ്ട്രയുടെ നന്ദിയും കടപ്പാടവും. ധർമ്മേന്ദ്രൻ വന്നാലേ എന്നെ വിടുന്നു പറഞ്ഞ് ഈ സുന്ദര കോതകൾ എല്ലാരും കൂടി എന്നെ ഗൗരവം ചെയ്യായിരുന്നു. കോപ്പി എടുത്ത കാസറ്റ് ഇല്ലേ? കോപ്പി. അപ്പൊ ഇന്ന് പ്രോഗ്രാം നടക്കൂലല്ലേ? ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? അറിയൊന്നു. സംഗീതം പഠിക്കണം എന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല ഉസ്താദ് അലവലാദി ഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കിച്ച് കിച്ചി. ഹോ, ബൈ ദ ബൈ, ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ? വേറെ സുഭാഷ് 1 2 3 4 ഇന്ദ്രരത്തം. ഇന്ദ്രരത്തം. ഗുജറാത്തി കഥളകെട്ടിയ മലയാളി പെൺ നാണു ഞാൻ. പഞ്ചാബി ചുരുക്കിന് മുക്കാമുഴം പോട്ടെ മരി കൊഴുന്ന് കബക്കിന് മാറ്റി പൊടിച്ച് വേസ്താകുമാക്കി റസോ മാറി അസുഖം കളഞ്ഞല്ലോ. വർമ്മജി ഇന്ന് പാശ്ചാത്യ സംഗീതത്തിലാണല്ലോ കയറി പിടിച്ചിരിക്കുന്നത്. അങ്ങനൊന്നുമില്ല. ഞാൻ നമ്മുടെ സംഗീതവും പാശ്ചാത്യ സംഗീതവും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയായിരുന്നു. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണ് നീ. അല്ല ശ്രീരേട്ടൻ, നമ്മുടെ നാരായണേട്ടൻ തർക്കമില്ലാതെ പാടുന്നുണ്ട് കേട്ടാ. നാരായണൻ ഇനി പാടി ഇവിടെ കൊല നടക്കും. അവന്മാരെ വിട്, നിങ്ങൾ പാടുന്നതാണ് കേട്ടാ. അല്ല, മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ അത് എന്ത് ബുദ്ധിമുട്ട്? എത്ര നല്ല ശബ്ദം നാരായണേട്ടൻ അറിയോ? സത്യമായിട്ട്. അഗസ്റ്റിൻ, ഒന്നുകൂടി ഒന്ന് ശരിയാവാൻ 2-3 ദിവസം അടുപ്പിച്ച് പാടിയാൽ മതി, ശരിയായിക്കോളും. അതെ. ആ പാട്ടെങ്ങനെയാ? പാടിയാട്ടെ. ആരെയും പാടേ. ഞാൻ പോയിട്ട് വരാം. നമുക്ക് ഒന്നിച്ച് രാധയെ കാണാം. രാധ ഞാൻ പോയിക്കോളാം. നീ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ? ഇവിടെ തന്നെ കാണും.